സ്പിരിച്വൽ അനാറ്റമി സെഷനിൽ നമ്മൾ 12ാമത്തെ പോയിന്റിലേക്ക് കടന്നിരിക്കുകയാണ്. 12ാമത്തെ പോയിന്റ് തന്നെ പ്രഭു പോയിന്റിന്റെ അവസാനത്തെ ഘട്ടമാണ്. 10ാമത്തെ പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് 12ാമത്തെ പോയിന്റ് പ്രഭു പോയിന്റ്. അതായത് നമ്മുടെ ആധ്യാത്മിക യാത്രയുടെ കൾമിനേഷൻ അവസാനത്തെ ഘട്ടമാണ് 12ാമത്തെ പോയിന്റ്. സ്പിരിച്വാലിറ്റി അവസാനിക്കണം എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്. മതം അവസാനിക്കുന്നിടത്താണ് ആധ്യാത്മികതയുടെ തുടക്കം. ആധ്യാത്മികത അവസാനിക്കുന്നിടത്താണ് റിയാലിറ്റിയുടെ തുടക്കം. റിയാലിറ്റി അവസാനിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൻ്റെ ബ്ലിസ്സിലേക്ക് എത്തുന്നത്. ബ്ലിസ്സും അവസാനിക്കണം, ആനന്ദവും അവസാനിക്കണം എന്ന് ഭൗതികമാരായി പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്പിരിച്വൽ പ്രോഗ്രസ്, മനസ്സിൻ്റെ ഉയർച്ച, അതാണ് സ്പിരിച്വൽ പ്രോഗ്രസ്. അതിനും ഒരു അവസാനം. നമ്മൾ അത് കടന്നിട്ട് അബ്സല്യൂട്ടായിട്ട് ഒന്നായിട്ട് ചേരുന്ന ഒരവസ്ഥ, അവിടേക്ക് നമ്മൾ എത്തുക. അതാണ് 12ാമത്തെ പോയിന്റിന്റെ പ്രത്യേകത. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമുക്കുണ്ടായിട്ടുള്ള ക്വാളിറ്റീസ്, നമ്മൾ 1ാമത്തെ പോയിന്റ് സംതൃപ്തി, 2ാമത്തെ പോയിന്റ് ശാന്തി, 3ാമത്തെ പോയിന്റിൽ സ്നേഹം, കമ്പാഷൻ, 4ാമത്തെ പോയിന്റ് ധൈര്യം, 5ാമത്തെ പോയിന്റ് വിവേകം. ഇതെല്ലാം ഒന്നായിട്ട് അത് കൂടുതൽ യോജിച്ചിട്ട് നമ്മൾ കടന്നു പോകും. അപ്പം അതിൻ്റെ പല പല ലെവൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പം എല്ലാ ക്വാളിറ്റീസും നമ്മൾ യോജിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ സെഷൻ പറഞ്ഞു ഗംഗാ, യമുന, സരസ്വതി യോജിക്കുന്ന പ്രയാഗ് പോലെ നമ്മുടെ ഉള്ളിൽ എല്ലാ ക്വാളിറ്റീസും മെർജ് ചെയ്യുന്ന ഒരു പോയിന്റാണ് 12th പോയിന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും ആ പൂർണ്ണതയുടെ അതേ സ്വഭാവവിശേഷങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങുന്നതാണ്. പിന്നെ അതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിലേക്ക് ഒരു സോൾ എന്നൊരു ലോകത്തിൽ കടന്നു വന്നത് ഈ പോയിന്റിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മളൊരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറയും. അപ്പോൾ അവിടെ നിന്നും നമ്മൾ മാസ്റ്റേഴ്സിനെ കണ്ടെത്തും. നമ്മൾക്ക് ഈ ലോകത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ, എന്തൊക്കെ നമ്മൾ ചെയ്തത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാതിരുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ടൈം തരും. നമ്മുടെ റെക്കോർഡ്സ് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആകാശിക് റെക്കോർഡ്സ്. അപ്പോൾ ആകാശികൊക്കെ നമുക്ക് നമ്മുടേതായിട്ടൊരു ലൈബ്രറി ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് നമുക്ക് നമ്മുടെ കഴിഞ്ഞു പോയ കാലം എല്ലാ ലൈഫുകളും കാണാൻ സാധിക്കും. അതിൽ നിന്നും ഉൾക്കൊണ്ടത് എന്താണ് ചെയ്യാതിരുന്നത്. അപ്പോൾ നീ ഇതിനായിട്ട് പോയത് കണ്ടോ, നീ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തില്ല, നീ ഇതൊക്കെ ചെയ്യണം എന്ന് നമ്മളെ ഗൈഡ് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ ഗൈഡ് കിട്ടും. നമ്മൾ സ്വീകരിക്കാൻ ഒരു ഗൈഡ് കിട്ടും. ആ ഗൈഡ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് മാസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കും. മാസ്റ്റേഴ്സിൻ്റെ പ്രസൻസ്, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഗൈഡ് മാസ്റ്റേഴ്സ് ഉണ്ട്. ഇനി എന്താണ് തീരുമാനിക്കേണ്ടത് നമുക്ക് ഒരു സ്വാതന്ത്ര്യം തന്നെ. അപ്പോൾ നമുക്ക് ടൈം ഉണ്ട്. ചില സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും. നമുക്കത് കൂടി അനുഭവിക്കണം എന്ന് പറയും. അപ്പോൾ നമുക്ക് 2ാമത് ആ ലോകം ക്രിയേറ്റ് ചെയ്യാം. ഇതിനെ കുറിച്ച് നമ്മളിപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിട്ട് നമ്മുടെ ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആ ഫാമിലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അവരുടെ കൂടെ സാങ്കല്പികമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. ആ സ്ഥലത്ത് പോയി കണ്ടിന്യൂ ചെയ്തിട്ട് അനുഭവിച്ചിട്ട് ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്യും. എന്നിട്ട് അടുത്ത ലൈഫിൽ എന്താണ് ഈ പഠിക്കേണ്ട പ്രധാന പാഠം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ അടുത്ത ലൈഫിലേക്ക് കടത്തിവിടും. അടുത്ത വൈബ്രേറ്റ് തരാൻ. അപ്പോൾ നമുക്കത് അറിയാൻ ചെയ്യും, പഠിക്കണം, ഇത് വരണം നമുക്കറിയാം. അപ്പോൾ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു പോയിന്റ് എന്ന് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെ നമ്മളൊരു സ്ഥലത്തെത്തുമ്പോൾ നമ്മളെ ഒരു മാസ്റ്റേഴ്സ് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. നമ്മുടെ ഫാമിലിയെ കാണിച്ചു തരുന്നു, ഫാമിലിയുടെ ജീവിതം കാണിക്കുന്നു. വരാൻ പോകുന്ന ജീവിതത്തിൽ ആരാണ് നമ്മൾ വിവാഹം ചെയ്യുക, ആരൊക്കെയാണ് നിങ്ങളെ കണ്ടുമുട്ടാൻ പോകുന്നത്, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ ആത്മാക്കളായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നു, അവരായിട്ട് സംസാരിക്കുന്നു. അവരൊക്കെ അവിടെ ഇവിടെ ഭൂമിയിലുണ്ടെങ്കിലും നമ്മൾ അവിടെയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയുണ്ട്. നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഇപ്പോൾ നമ്മളവിടെ സംസാരിച്ചു, നമ്മുടെ എൻറ്റിറ്റീസ് അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇത് നൽകാൻ, ഗൈഡൻസ് നൽകാൻ എല്ലാവരും ഉണ്ട്. അതിനുശേഷം അടുത്ത സെഷനിൽ എന്താ ചെയ്യുന്നത് തീരുമാനിച്ചിട്ട് അവർ ഇറങ്ങിയത്. ഒരു ഉദാഹരണം പോലെ ജീവിതത്തിൽ മുഴുവൻ വിഷമം അനുഭവിച്ച ഒരു സോൾ, ഭർത്താവ് വല്ലാതെ പീഡിപ്പിച്ച് വേദനിച്ച് അനുഭവിച്ച ഒരു സോൾ അവിടെ എത്തുകയാണ് നടത്തുന്നത്. ഭർത്താവ് രക്ഷിക്കും. അപ്പോൾ അവർ രണ്ടുപേരും സംസാരിക്കില്ല. ഞാൻ നിൻ്റെ കൂടെ വന്നത് എനിക്ക് സ്നേഹം പഠിക്കാനായിരുന്നു. ഭാര്യ പറഞ്ഞ് ഞാൻ ക്ഷമ പഠിക്കാനാണ് വന്നത്. എനിക്ക് 2 പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്നേഹിക്കാൻ പഠിച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് ആരും സാരില്ല, നീ വരാം. അപ്പോൾ അദ്ദേഹം വേറെ രൂപത്തിൽ വരും. ചിലപ്പോൾ ബ്രദറായിട്ട് വരും, ചിലപ്പോൾ അച്ഛനായിട്ട് വരും, നമ്മൾ സെപ്പറേറ്റ് പല രൂപത്തിൽ വരാം. നമുക്ക് ആരുമായിട്ട് വരാം, സഹോദരനായിട്ട് വരാം, നെയ്ബറായിട്ട് വരാം, സഹായിക്കാൻ പല രൂപത്തിലാണ്, കുട്ടിയായിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് തീരുമാനിച്ചിട്ട് നമ്മൾ തീരുമാനിക്കും.
ശരീരം എടുത്തിട്ട് നമ്മൾ അമ്മയുടെ ഗർഭപാത്രം കണ്ടെത്തുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിലൊരു ജീവൻ ശരീരം ഉടലെടുക്കാൻ മനസ്സിലായി. അപ്പോൾ സോളിന് കാണിച്ചു കൊടുക്കുക. അപ്പം അവിടെ ആ ഗർഭപാത്രത്തിൻ്റെ പുറത്ത് സോൾ നിന്നുകൊണ്ട് ശരീരം വെക്കുക. ആത്മാവ് നമ്മൾ ചെയ്താൽ മതി. ഒരു കളിമണ്ണ് വെച്ചിട്ടൊരു രൂപം ഉണ്ടാക്കുന്ന പോലെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ശരീരത്തെ അമ്മയുടെ പുറമെ നിന്നിട്ട് രൂപീകരിക്കും. നമ്മളൊക്കെ ഉള്ളിൽ കയറിയിട്ടില്ല. നമുക്കെല്ലാം കാണാം, പുറത്തെന്താ സംഭവിക്കുന്നതെന്ന് അറിയാം, എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അറിയാം. അപ്പോൾ അന്തരീക്ഷം നമുക്ക് നിരീക്ഷിക്കാം, പ്ലാൻ ചെയ്യാം. എന്നിട്ട് മൂന്നാമത്തെ മാസമാകുമ്പോൾ ശരീരം റെഡി ആയി തുടങ്ങി. അപ്പോൾ ആത്മാവ് പ്രവേശിക്കുന്നത് ആദ്യം ഹൃദയമാണ് പ്രിപ്പയർ. ഇപ്പോൾ നമ്മൾ മോഡേൺ സയൻസിലും കണ്ടെത്തുന്നത് ഹൃദയം 3-ാം മാസം തുടങ്ങുന്നു. ഇത് കണ്ടെത്തി സ്പിരിച്വലായിട്ട് ഹൃദയം പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഹൃദയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ പ്രവേശന ദ്വാരം അതിപ്പോൾ എൻട്രി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു വാതിൽ ഗേറ്റ് കൂടെയാണ് പ്രവേശിക്കുന്നത്. ആ പ്രവേശന ദ്വാരമാണ് ബ്രഹ്മരന്ധ്രം. ഈ 12ാമത്തെ പോയിന്റ് തൊട്ടാണ് ആത്മാവ് പ്രവേശിക്കുന്ന കവാടമാണ് ബ്രഹ്മരന്ധ്രം. അതിലൂടെ കടന്നു പിന്നെയുള്ള ജീവിതം ഉള്ളിൽ നിന്നുമാണ്. നമ്മൾ പുറമേ നിന്ന് രൂപീകരിച്ച ശരീരത്തിൽ നമ്മൾ ഉള്ളിൽ വന്നിട്ട് പിന്നെ ഇപ്പോൾ വീട് ഉണ്ടാക്കി വീട്ടിനുള്ളിൽ താമസിച്ചിട്ട് വീട് ഭംഗിയാക്കുന്നത് പോലെ നമ്മൾ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് ശരീരം ഉള്ളിൽ നിന്ന് രൂപീകരിക്കാൻ ഇത് നമുക്ക് പുറത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ പ്ലാനുകൾ ആ ഫാമിലിയുമായി നമ്മൾ യോജിച്ചിരിക്കുകയാണ്. അതുവരെ നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം കുറവാണ്. ഇപ്പം എന്താണ് അച്ഛനോട് സംസാരിക്കുന്നത്, എല്ലാ ഫീലിങ്സും അറിയാൻ പറ്റുന്നത് നമ്മൾ ആയിപ്പോയി. പിന്നെ ബോഡി ഇവോൾവ് ചെയ്യും. ശരീരം ഇവോൾവ് ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും നമ്മളിതൊക്കെ മറന്നു പോകും. ഈ പ്ലാനുകളൊക്കെ മറന്നു. കാരണം ബോഡിയിൽ പല സ്ഥലങ്ങളിലും വ്യാപിച്ച് നമ്മളത് പണിയെടുത്തപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് വീട് താമസിച്ചിട്ട് നമ്മൾ വന്ന വഴിയൊക്കെ മറന്നു പോകുന്ന പോലെ നമ്മൾ പലപ്പോഴും അറിയാം. കുടുംബത്തിൽ നിന്ന് വന്ന് സ്വന്തമായിട്ട് വീടുണ്ടാക്കി അവസാനം അതൊക്കെ മറന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത് ഇത് എൻ്റെ വീടാണ്, ഇത് എൻ്റെ ശരീരം. അത് പതുക്കെ ഞാൻ ചുരുക്കി ശരീരത്തിൽ അകപ്പെട്ടു പോകും. അതാണ് ഒരു സോളിൻ്റെ യാത്ര. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന വഴിക്ക് തിരിച്ചു പോകാൻ നമ്മൾ മറന്നു പോകും. നമ്മൾ വിട്ടുപോകണം. വന്ന ഈ ശരീരത്തിൽ നമ്മൾ തിരിച്ചു പോയേ പറ്റും. അപ്പോൾ തിരിച്ചു പോകേണ്ട ഏത് വഴിക്കാണ്? ഈ വഴി കൂടെ തന്നെ പോകുന്നത്. ബ്രഹ്മത്തിൽ കൂടെയാണ് പോകുന്നത്. സാധാരണ ഒരു സോളാണ്. സാധാരണ ഒരു ലിബറേറ്റഡ് സോളാണ് ബ്രഹ്മത്തിലൂടെ പോകുന്നത്. പക്ഷേ ആ വഴി മറന്നു പോകും. തിരിച്ചു പോകുന്ന വഴി മറന്നുകൊണ്ട് ലിബറേഷൻ ഇല്ലാത്ത സോളുകൾ സാധാരണ മറ്റുള്ള കവാടങ്ങളിലൂടെ പുറത്തേക്ക് പോകും. വായക്കൂടെ, ചെവിയിലൂടെ, പിന്നെ മലദ്വാരത്തിലൂടെ പലതുകൂടി പുറത്തേക്ക് പോകുന്നതാണ് സോളിൻ്റെ വൈബ്രേറ്ററി സിഗ്നൽസ് അനുസരിച്ച്. അപ്പോൾ നമ്മുടെ ഇവല്യൂഷനിൽ സ്പിരിച്വൽ യാത്രയിൽ നമ്മൾ പ്യൂരിറ്റി വളരെയധികം പരിശുദ്ധമായി മാറിയിരിക്കുന്നത് യാത്ര, നമ്മുടെ ആധ്യാത്മികമായിട്ട് യാത്ര. കാരണം നമുക്ക് മനസ്സിലായി നമ്മൾ എവിടെ എത്തുന്നത് മനസ്സിലായി. നമ്മുടെ പ്രവേശന കവാടം നമ്മൾ കണ്ടെത്തി. ഇതുകൂടെയാണ് ഞാൻ വന്നതെന്ന് മനസ്സിലായി. പ്യൂറായി ഈശ്വരൻ്റെ തൊട്ടടുത്ത് എല്ലാ ക്വാളിറ്റീസിൻ്റെയും പ്യൂരിറ്റി. ഇപ്പം നമുക്ക് എന്താ ചെയ്യാം? പുറത്തേക്ക് വളരെ ഫീൽ ചെയ്യും. അതാണ് 12ാമത്തെ പോയിന്റ് ഇതിൻ്റെ പ്രശ്നം. നമുക്കതേ അറിയുള്ളൂ, അതിൻ്റെ അപ്പുറം നമുക്ക് അറിയില്ല. ആത്മാവ് മാസ്റ്ററിൽ നിന്ന് അബ്സല്യൂട്ട് സെപ്പറേറ്റ് ചെയ്ത നിമിഷത്തിലുള്ള ജീവിതത്തെ എനിക്കറിയില്ല. ബ്രഹ്മരന്ധ്രം, അതാണ് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. സത്യത്തിൻ്റെ പദം. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കറിയില്ല എവിടേക്കാണ് നമ്മൾ എത്തുക. അപ്പോൾ അവിടേക്ക് നമ്മൾ കടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മാറ്റണം. നമുക്കിനി കയറേണ്ട ഒരു ശരീരത്തിൽ കയറേണ്ട ഒരു കവാടം ആവശ്യമില്ല. നമ്മൾ ആ ഫ്രീഡത്തിൽ, കംപ്ലീറ്റ് ഫ്രീഡത്തിൽ നിൽക്കേണ്ട ഒരു ആവശ്യം. അതിന് നമുക്ക് ഈ ബ്രഹ്മരന്ധ്രം കടക്കും. 12ാമത്തെ പോയിന്റിൽ നിന്ന് 13ാമത്തെ പോയിന്റിൽ ജമ്പ് ചെയ്യണം. അത് ചരിത്രത്തിൽ വളരെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. അവിടെ നമ്മൾ മാസ്റ്റേഴ്സാവും. അവിടേക്കാണ് നമ്മൾ മാസ്റ്റർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരെ എത്തിച്ചത് നമുക്ക് ഇനിയും ഒരു ശരീരത്തിന് വേണ്ടിയിട്ടല്ല. നമുക്ക് അദ്ദേഹത്തെ പോലെ ആവാം. നമുക്ക് വേണമെങ്കിൽ ശരീരം കൊടുക്കാം, വേണമെങ്കിൽ ശരീരം എടുക്കാം. ആ ഒരു ഫ്രീഡം കൂടി നമുക്ക് തരികയാണ്. അതാണ് നമ്മൾ സെൻട്രൽ ലീഗിലേക്ക് കടക്കുന്നത്. അവതാർസ് കുറേ ജന്മങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ വായിച്ചു. അതിന് ശേഷമാണ് അങ്ങനെ തലത്തിലേക്ക് എത്തുന്നത്. ഭഗവാനാണെല്ലാം എന്ന് തിരിച്ചറിയുന്ന സ്റ്റേജ്. അപ്പോൾ ആ പൂർണ്ണതയിലേക്ക് എത്തലാണ് ഈ 12ാമത്തെ പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് വേണ്ടത്. അവിടെയാണ് നമുക്ക് ഇത്രയും ഡിവോഷൻ. അതാണ് ആദ്യം വരെ പറയുന്നത് മാസ്റ്ററുള്ള ഡിവോഷൻ വേണം. കാരണം
വേണം കടക്കാനായിട്ട്. അതാണ് 12ാമത്തെ പോയിന്റിൻ്റെ പ്രത്യേകത. നമുക്കതിൻ്റെ ഫസ്റ്റ് സ്റ്റേജായിട്ട് 12ാമത്തെ പോയിന്റ് മെയിൻ എലിമെൻ്റായിട്ട് ആകാശം. 12ാമത്തെ പോയിന്റ് ഏറ്റവും വലിയ സ്വഭാവമാണ് സെറ്റിൽഡായി എത്തേണ്ടതെത്തി തോന്നലെത്തി. നമുക്കൊരു സ്ഥലത്ത് ഞാൻ ആവും പറയും എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ അവിടെ എത്തിയിട്ട് പിന്നെ ഇനി എനിക്ക് ഇവോൾവ് ചെയ്യാനുള്ള ബോധം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നിട്ട് അച്ഛനെ കണ്ടുപിടിക്കണം. ഇത് അച്ഛനെ കണ്ടിട്ട് അച്ഛൻ പറയണം ഈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, തറവാട്ടിലൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇനി പഠിക്കേണ്ട ജോലി അതാണ്. ഇപ്പോൾ സെറ്റിൽനെസ് നമുക്ക് വേണം തീർച്ചയായും, പക്ഷേ അതിൻ്റെ കൂടെ ഡിവോഷൻ വേണം. നമുക്ക് ആ നിർദ്ദേശങ്ങൾ കേൾക്കാനുള്ള ഒരു എന്താ പറയുക ഒരു മനസ്ഥിതി എന്ന് പറയാൻ പറ്റില്ല, മനസ്സിനവിടെ സഹായിക്കാൻ പറ്റില്ല. നമുക്ക് ആ ഒരു കണക്ഷൻ അവിടെ ആവശ്യമാണ്. പിന്നെ നമുക്ക് ആകാശ എലിമെന്റ് 12ാമത്തെ പോയിന്റിൽ 3 എലിമെന്റ് ഉണ്ട്. ഇതുവരെ നമ്മൾ 5 ഉണ്ടായിരുന്നു. 12ാമത്തെ പോയിന്റ് എത്തുമ്പോൾ ഭൂമിയില്ല, എയറും വായുവിലും ഈ 3 തത്വങ്ങൾ, 3 തത്വങ്ങളുണ്ട്. ആകാശം, പിന്നെ ഇതും ഈതർ, ആകാശം ഈതർ, പിന്നെ അഗ്നി, പിന്നെ ജലം. 3 എലിമെന്റ്സേ ഇപ്പോൾ നമുക്ക് ഇനി ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം. ഓക്കെ, നമുക്കപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാം. കണ്ണുകൾ വെച്ച് ശാന്തമായിരിക്കും. അപ്പോൾ 1ാമത്തെ പോയിന്റിനെ മെഡിറ്റേഷൻ തുടങ്ങാം. ഹൃദയത്തിലുള്ള ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ് മനസ്സിനെ ആകർഷിക്കുന്നതായ ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം മാറും. മനസ്സിൽ ചിന്തകൾ വരുന്നത് ഗുരുവായി അറിയ അവസരിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം ചെയ്യുക. സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ശ്രദ്ധ 2ാമത്തെ പോയിന്റിൽ കൊണ്ടുവരും. 2ാമത്തെ പോയിന്റ് അതേ സെൻറ്ററാണ്. ആകാശം തന്നെയാണ് 12ാമത്തെ പോയിന്റ്. 12ാമത്തെ പോയിന്റിൽ ശ്രദ്ധ ചെലുത്തും. 12ാമത്തെ പോയിന്റ് 11th പോയിന്റ്. ഇതൊരു 11th പോയിന്റ് ആയിരുന്നു. 4 പേരുടെ പുറകിലാണ് 12ാമത്തെ പോയിന്റ്. എല്ലാ എലിമെന്റ്സിൻ്റെയും പൂർണ്ണമായിട്ടുള്ള ശുദ്ധീകരണം നടന്നതായി അനുഭവിക്കും. പൂർണ്ണമായിട്ട് പരിശുദ്ധിയോടുകൂടി, പൂർണ്ണമായിട്ട് ശാന്തിയോടുകൂടി നമ്മൾ നമ്മുടെ യഥാർത്ഥ വാസസ്ഥലമായിട്ട് പരന്താമത്തിൻ്റെ പടിവാതിൽക്കൽ എത്തിക്കുകയാണ്.
ജീവിക്കാൻ തയ്യാറായിട്ടുണ്ട്. പൂർണ്ണമായിട്ട് വിശ്വാസത്തോടെയും കൃതജ്ഞതയോടുകൂടി ജ്ഞാനപാഠം we start meditation.